നമസ്കാരം. സ്വന്തം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കരുവാരക്കുണ്ട് ഒലിപ്പുഴയുടെ പുറമ്പോക്ക് കയ്യേറി കൃഷിയിറക്കാൻ നീക്കം. കയ്യേറ്റം നടക്കുന്നത് പുറമ്പോക്കിൽ നിന്നും 22ഓളം തേക്കുമരം മുറിച്ചുമാറ്റിയ സംഭവത്തിൽ വിവാദമായ സ്ഥലത്ത്. ഗൃഹനാഥനടക്കം ഒരു കുടുംബത്തിലെ 4 പേർ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അകമ്പാടം ഇടിവണ്ണ വലിയ വീട്ടിൽ ഗോവിന്ദൻകുട്ടിയെയും ഭാര്യയെയും 2 മക്കളെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചോക്കാട് ശാന്തി സദനിലെ അന്തേവാസികൾക്ക് ക്രിസ്തുമസ് ദൂതുമായി പത്രമാധ്യമ പ്രവർത്തകർ എത്തി. നിലമ്പൂർ പ്രസ് ഫോറം സംഘടിപ്പിച്ച ക്രിസ്തുമസ് ആഘോഷം ശാന്തിയും സമാധാനവും നിറച്ചു. കരുവാരക്കുണ്ട് മാമ്പറ്റ തുരുമ്പോട റോഡ് ഗതാഗത യോഗ്യമാക്കി. കരുവാരക്കുണ്ട് ദാറുന്നജാത്ത് സയൻസ് കോളേജ് NSS യൂണിറ്റാണ് ശ്രമദാനമായി റോഡ് പ്രവൃത്തി നടത്തിയത്. വാർത്തകൾ വിശദമായി. പുറമ്പോക്ക് ഭൂമിയിൽ കൃഷിയിറക്കുന്നതിന് വേണ്ടി പുഴ കയ്യേറാൻ നീക്കം നടക്കുന്നതായി പരാതി. കരുവാരക്കുണ്ട് ഒലിപ്പുഴയിലെ കൽക്കുണ്ടുചേരിയിലാണ് പുഴ നികത്തൽ തകൃതിയായി നടക്കുന്നത്. പുറമ്പോക്ക് ഭൂമിയിൽ നിന്നും തേക്കുമരം മുറിച്ചു കടത്തിയ കേസ് നിലനിൽക്കുന്ന സ്ഥലത്ത് കൃഷിയിറക്കുന്നതിന് വേണ്ടിയാണ് പുഴ നികത്തി സ്ഥലം സംരക്ഷിക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ് പുറമ്പോക്ക് ഭൂമിയിൽ നിന്ന് തേക്ക് മുറിച്ചു കടത്തുകയും കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് കേസെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. കലക്ടർ ഇടപെട്ട് താലൂക്ക് ഉദ്യോഗസ്ഥരെ കൊണ്ട് സ്ഥലം അളന്നു തിട്ടപ്പെടുത്തിയിരുന്നു. ഇതിൽ 22ഓളം തേക്കുകൾ പുറമ്പോക്ക് ഭൂമിയിൽ നിന്നാണ് മുറിച്ചതെന്ന് അധികൃതർ കണ്ടെത്തി. ഇതിന്റെ കേസാണ് പാണ്ടിക്കാട് CIയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുന്നത്. തേക്ക് മുറിച്ചു മാറ്റിയ സ്ഥലത്ത് കൃഷി ഇറക്കാനും കൃഷി സംരക്ഷിക്കാനുമാണ് പുഴ തിരിച്ചുവിടുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. താലൂക്ക് ഉദ്യോഗസ്ഥർ പുറമ്പോക്ക് ഭൂമിയാണെന്ന് കണ്ടെത്തിയ സ്ഥലത്ത് റബ്ബർ നട്ടുപിടിപ്പിക്കാനാണ് സ്വകാര്യ വ്യക്തി ഉദ്ദേശിക്കുന്നതെന്നും പറയുന്നു. പുറമ്പോക്ക് സംരക്ഷിക്കുന്നതിന് വേണ്ടി പുഴയിലെ മണ്ണും കല്ലും പുറമ്പോക്കിനോട് ചേർന്ന് മതിൽ രൂപത്തിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. വർഷങ്ങൾക്ക് മുൻപ് പുഴ ഒഴുകിയിരുന്ന സ്ഥലമാണ് ഇപ്പോൾ പുറമ്പോക്ക് ഭൂമിയായത്. ഒലിപ്പുഴയുടെ ഉത്ഭവസ്ഥലമായ കൽക്കുണ്ടിൽ പുഴ കയ്യേറ്റം നടന്നതിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ അളന്നു തിട്ടപ്പെടുത്തിയ സ്ഥലത്ത് സ്വകാര്യ വ്യക്തി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് നടത്തിയ പ്രവൃത്തി പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. രാത്രികാലങ്ങളിലും പകലുമാണ് പുഴ കയ്യേറ്റം നടക്കുന്നത്. സബ് ജില്ലാതലത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന യോഗം സംഘടിപ്പിച്ചു. കരുവാരക്കുണ്ട് ദാറുന്നജാത്ത് ഓർഫണേജ് UP സ്കൂളിൽ നടന്ന പരിപാടി അബ്ദുള്ള കരുവാരക്കുണ്ട് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കുള്ള ട്രോഫികൾ M. അലവി വിതരണം ചെയ്തു. 12ാം തവണയും അറബി കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയതിന് നജാത്ത് വിദ്യാഭ്യാസ ഉപസമിതി ഒരുക്കിയ ഉപഹാരം ചടങ്ങിൽ അധ്യാപകർക്ക് കൈമാറി. PM ബിച്ചുകോയ തങ്ങൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. M. അലവി, V. ഖാലിദ്, NK അബ്ദുറഹ്മാൻ, നൌഷാദ് പുഞ്ച, VH അൻവർ എന്നിവർ പ്രസംഗിച്ചു. അധ്യാപകരായ U. സക്കീർ ഹുസൈൻ, M. മൂസ, റിൽഷാദ്, CH സലാം, ഷാജഹാൻ, A. മുനീർ, CT നാസർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചടങ്ങിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു. പൂക്കോട്ടുംപാടം 5ാം മൈൽ യമാനിയ ഇസ്ലാമിക് സെന്ററിന്റെ 13ാം വാർഷിക സമ്മേളനത്തിന് തുടക്കമായി. 26ാം തീയതി വരെ നടക്കുന്ന വാർഷികാഘോഷങ്ങളിൽ ആദ്യ ദിനമായ ഇന്ന് പ്രാസ്ഥാനിക സമ്മേളനവും സ്വലാത്ത് ദുആ സമ്മേളനവുമാണ് നടന്നത്. ഇന്ന് രാവിലെ 9:30 നടന്ന പതാക ഉയർത്തലോടെയാണ് പ്രാസ്ഥാനിക സമ്മേളനം ആരംഭിച്ചത്. പൂക്കോട്ടുംപാടം മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് കുട്ടിയാലി മാസ്റ്ററാണ് പതാക ഉയർത്തിയത്. തുടർന്ന് കൂത്രാടൻ അഹമ്മദ് കുട്ടി ഹാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കൂടാതെ സംഘാടനം എന്ന വിഷയത്തിൽ അബ്ദുള്ള മാസ്റ്റർ കൊട്ടപ്പുറം ക്ലാസ് എടുത്തു. തുടർന്ന് നടന്ന യോഗത്തിൽ ഹസൻ ഹാജി, കുഞ്ഞാപ്പ ഹാജി, സുബൈർ, നൌഷാദ് ഫൈസി, ഹൈദ്രോസ് മുസ്ലിയാർ, ജമാലുദ്ദീൻ മുസ്ലിയാർ, മുഹമ്മദ് അലി ഉലൂമി, അലവി മുസ്ലിയാർ പാട്ടകരിമ്പ്, പി ഹംസ, കുഞ്ഞാപ്പ തങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഭീമൻ ക്രിസ്തുമസ് അപ്പൂപ്പനെയും പുൽക്കൂടും നിർമ്മിച്ച് ശ്രദ്ധേയനാവുകയാണ് കരുവാരക്കുണ്ട് നാഗത്താൻകുന്ന് സ്വദേശി ആലക്കാടൻ സുകുമാരൻ. 5 അടി ഉയരത്തിലുള്ള ക്രിസ്തുമസ് അപ്പൂപ്പനും സിമന്റിൽ തീർത്ത ക്രിസ്തുവിന്റെ ചിത്രവും നിർമ്മിച്ചാണ് ഇയാൾ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്.
ദിവസവും കൽപ്പണിക്ക് പോകുന്ന സുകുമാരൻ ഒഴിവു സമയത്താണ് ഇത്തരം രീതിയിലുള്ള പ്രവൃത്തികളിലേക്ക് തിരിയുന്നത്. 5 അടി ഉയരത്തിലുള്ള ക്രിസ്തുമസ് അപ്പൂപ്പനും സിമന്റിൽ തീർത്ത ക്രിസ്തുവിന്റെ ചിത്രവും പുൽക്കൂടും വീട്ടുമുറ്റത്താണ് സുകുമാരൻ നിർമ്മിച്ചിരിക്കുന്നത്. സാധാരണ ആളുകൾ പുറന്തള്ളുന്ന വേസ്റ്റ് വസ്തുക്കൾ കൊണ്ടാണ് ഈ യുവകലാകാരൻ നിരവധി വസ്തുക്കൾ നിർമ്മിക്കുന്നത്. 5 അടി ഉയരത്തിൽ നിർമ്മിച്ച അപ്പൂപ്പിന് വേണ്ടി 400ഓളം രൂപ മാത്രമാണ് ഇദ്ദേഹത്തിന്റെ ചെലവ് വന്നത്. ഗണപതി, ശ്രീബുദ്ധൻ, പിന്നെ കൊക്ക്, തേങ്ങാമുറികൾ, ഇതുവരെ കുറേ ശില്പങ്ങൾ ചെയ്തിട്ടുണ്ട്. ശിവൻ. ഇപ്പോൾ കഥകളി ഉണ്ടാക്കിയത് പൊട്ടത്തേങ്ങയും അതുപോലെ തന്നെ മരക്കൂണുകളൊക്കെ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ വേസ്റ്റ് സാധനങ്ങൾ ഉപയോഗിച്ച് അലങ്കാര വസ്തുക്കളാക്കുക എന്നുള്ളൊരു ചിന്ത മാത്രമാണ്. അടയ്ക്കാത്തോട്, പരുത്തി, പഞ്ഞി, മൺകലം തുടങ്ങി വസ്തുക്കൾ ഉപയോഗിച്ചാണ് അപ്പൂപ്പനെ നിർമ്മിച്ചത്. അപ്പൂപ്പനെ വസ്ത്രം തയ്ക്കുന്നതിന് വേണ്ടി സഹോദരി നിഷയുടെ സഹായം തേടിയതല്ലാതെ മറ്റൊന്നിനും ഇയാൾ ആരുടെയും സഹായം തേടിയിട്ടില്ല. ഇതിനു പുറമെ മണ്ണുകൊണ്ടും വേസ്റ്റുകൾ കൊണ്ടും നിരവധി രൂപങ്ങൾ ഇയാൾ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ലോകകപ്പ് ഫുട്ബോൾ സമയത്ത് ലോകകപ്പിന്റെ മാതൃക ഉണ്ടാക്കുകയും അംഗീകാരം ലഭിക്കുകയും ചെയ്തിരുന്നു. അരീക്കോട് നടന്ന ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ് സൗഹൃദ മത്സരത്തിൽ നിർമ്മിച്ച ലോകകപ്പ് മാതൃകയാണ് വിജയികൾക്ക് കൈമാറിയത്. ഇതിനു പുറമെ കൊട്ടത്തേങ്ങ, മരക്കൂന് എന്നിവ ഉപയോഗിച്ചുണ്ടാക്കുന്ന കഥകളി രൂപം, EMS, ഗാന്ധിജി, കൊക്ക്, പൂക്കൾ തുടങ്ങി നിരവധി രൂപങ്ങൾ ഇയാൾ ഒരുക്കിയിട്ടുണ്ട്. ജനങ്ങൾ ഉപേക്ഷിക്കുന്ന പാഴ്വസ്തുക്കൾക്ക് സൗന്ദര്യം നൽകുന്നതിലാണ് തനിക്ക് താല്പര്യമെന്ന് ഇദ്ദേഹം പറയുന്നു. സുകുമാരന്റെ ഭീമൻ ക്രിസ്തുമസ് അപ്പൂപ്പനെ കാണുവാൻ ദിവസവും തോറും നിരവധി ആളുകളാണ് വീട്ടിലെത്തുന്നത്. വിദ്യാരംഗം കലാസാഹിത്യവേദി വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി PTA പ്രസിഡന്റ് AK ഹംസക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിലെ വണ്ടൂർ, നിലമ്പൂർ, അരീക്കോട്, മേലാറ്റൂർ സബ് ജില്ലയിൽ നിന്നായി 70-ൽ പരം കലാകാരന്മാരാണ് മത്സരത്തിൽ മാറ്റുരച്ചത്. സ്കൂൾ പ്രധാനാധ്യാപകൻ സത്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ശിവശങ്കരൻ മാസ്റ്റർ, അരീക്കോട് ഉപജില്ലാ കൺവീനർ മനോജ് മാസ്റ്റർ, വിദ്യാരംഗം വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ ദേവിദാസ് ബാബു, സ്കൂൾ ഡെപ്യൂട്ടി HM സുഹറാബി ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു. അബ്ദുറഹ്മാൻ മാസ്റ്റർ, നാസർ മാസ്റ്റർ, കൃഷ്ണൻകുട്ടി മാസ്റ്റർ എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. ഗൃഹനാഥനടക്കം ഒരു കുടുംബത്തിലെ 4 പേരെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അകമ്പാടം ഇടിവണ്ണ എസ്റ്റേറ്റ് ഗവൺമെന്റ് LP സ്കൂളിന് മുൻപിലെ വീട്ടിൽ താമസിക്കുന്ന വലിയ വീട്ടിൽ ഗോവിന്ദൻകുട്ടി, ഭാര്യ കാരി ശ്രീജ, മക്കളായ അക്ഷയ, ആദിത്യൻ എന്നിവരെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് 4 പേരുടെയും മൃതദേഹം വീടിനുള്ളിലെ ഹാളിൽ കണ്ടെത്തിയത്. വിഷം കഴിച്ചതാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. നിലമ്പൂർ പോലീസ് സ്ഥലത്തെത്തി അനന്തര നടപടികൾ സ്വീകരിച്ചു. നാടിനെ നടുക്കിയ വാർത്തയറിഞ്ഞ് ആയിരക്കണക്കിന് ആളുകളാണ് സംഭവ സ്ഥലത്തേക്ക് എത്തിയത്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്കു ശേഷം.